കർത്താവിൻ്റെ സഹായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊന്തയെടുത്ത് പുകലിട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പേഴ്സ് വെച്ചുകൊണ്ട് തന്നെ നീ പോകണം. നീ പോകുന്ന സ്ഥലത്ത് 10 മനുഷ്യനെ കൊന്തയിരിക്കണ കണ്ടാലേ അത്രയും സംഭവമാണ്. എന്താ കാര്യം? നീ ദൈവത്തെ പരസ്യമായി ഏറ്റു പറഞ്ഞിരിക്കുന്നു. നീ ഏറ്റു പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റു പറയുന്നു പറഞ്ഞ കർത്താവ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതേത് വിശ്വാസം ഇല്ലാത്തടത്ത് പോയി നീ പറഞ്ഞു ചെന്നാലും കർത്താവ് അവിടെ വെച്ച് നിന്നെ ഏറ്റു പറഞ്ഞിരിക്കും. അപ്പോൾ ദൈവം ഏറ്റു പറഞ്ഞാൽ പിന്നെ വേറെ ആരേറ്റു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ചുക്ക് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, സന്തോഷമായിരിക്കുക, ആവേശഭരിതരായിരിക്കുക, കർത്താവിൻ്റെ ആത്മാവിൽ അഭിഷിക്തരാകുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ വസ്തുക്കൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, ഇടപെടുന്ന വ്യക്തികൾ, ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് രാത്രി തിരികെ എത്തണവരെ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ നിങ്ങളുടെ ഉറക്കം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമായ മാധ്യസ്ഥത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ മക്കൾ ഈശ്വര നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്.